ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്ന എളുപ്പമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഫോം 60 മാത്രം മതിയായെന്ന് വരില്ല. അപ്പോൾ നിങ്ങളിപ്പം ഓൾഡ് ടാക്സ് റെജിമാണ് ഓപ്റ്റ് ചെയ്യുന്നെങ്കിൽ കറക്റ്റ് പ്രൂഫ് ഇനി നിങ്ങൾ നൽകണം. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുന്നേ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിനായിട്ട് നമുക്ക് നിർബന്ധമായിട്ട് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഷുറിന്റെ പേര്, പോളിസി നമ്പർ, പ്രീമിയം റെസിപ്റ്റ് എല്ലാം നമ്മൾ നൽകണം. അപ്പോൾ ചില ഡിഡക്ഷൻസ് അതുപോലെ അതിന്റെ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻകറക്റ്റ് ആയിട്ട് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ 200% പെനാൽറ്റി, 24% ആനുവൽ ഇൻട്രസ്റ്റ്, ഇത് മാത്രമല്ല സെക്ഷൻ 276C പ്രകാരം കേസ് എടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഫേക്ക് ഡിഡക്ഷൻസ്, ഇൻകം കുറച്ച് കാണിക്കുന്നത്, അതുപോലെ എക്സ്പെൻസ് കൂട്ടി കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു കേസിൽ നിങ്ങൾ എല്ലാ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്യുക, ലൈക്ക് ഇപ്പം റെന്റ് എഗ്രിമെന്റ്, ഇൻഷുറൻസ് പ്രൂഫ്, അതുപോലെ റെസിപ്റ്റ്സും. കൂടാതെ നിങ്ങളുടെ ITR എൻട്രീസ് AS അതുപോലെ ഫോം 26AS ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ബൈ ദ വേ ഇപ്പോൾ ITR ഡെഡ് ലൈൻ 2025 സെപ്റ്റംബർ 15 വരെ നീട്ടിയിട്ടുണ്ട്. സോ ITR ഫയലിംഗ് കഴിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ ടാഗ് ചെയ്യുക.